കനോപ്പി ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ള ഒരു ആശയം കുട്ടികളുടെ ഇടയിൽ കുട്ടിക്കൂടാരം എന്നുള്ള ഒരു ടൈറ്റിലാണ് നമ്മൾ വിഭാവനം ചെയ്തത്. രണ്ടായിരത്തി 2025 പല പ്രത്യേകതകളുള്ളതിൽ ഒന്ന്, നമ്മൾ എന്ന് പറയുന്ന ഒരു പുതിയ ലോകത്തേക്ക് കടക്കാൻ പോകുന്നു. ഈ സമയത്ത് കുട്ടികളുടെ ലോകം ചെറിയ മുറികളിൽ ചെറിയ അണുകുടുംബങ്ങൾക്കകത്ത് അടഞ്ഞ് ഒതുങ്ങിപ്പോവുകയും അവരുടെ സ്വകാര്യമായ നിറങ്ങൾ, ശബ്ദങ്ങൾ, അവരുടെ സ്വകാര്യമായ തന്നെ ഉള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് രൂപപ്പെടുത്തിയെടുക്കാൻ ഏറ്റവും ശക്തമായൊരു മീഡിയമാണ് തിയേറ്റർ. നാടകം അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു, ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു. ഈ ഭൂലോകത്തുള്ള പല ജീവജാലങ്ങളായിട്ട് അവർക്ക് മാറി അത് സംസാരിച്ച് വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശേഷി, ഒറ്റയ്ക്കും പല കഥാപാത്രങ്ങളായിട്ടും കൂട്ടായിട്ടും വന്ന് ഡയലോഗ് പറഞ്ഞ് ജനങ്ങളെ കൺവീൻസ് ചെയ്യിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കി കൊടുക്കുന്നു. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നാടകവേദി, കുട്ടികളുടെ നാടകവേദി. നമ്മുടെ ക്ലാസ് റൂമുകളിൽ സാധാരണ നഷ്ടപ്പെടുന്നത് ഒരു കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി, അവൻ്റെ ഇമാജിനേഷൻ, അതിനെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഇല്ല. പഠിപ്പിക്കുക ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ജയിൽ പോലെ ടൈം ടേബിൾ ഇട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ പദ്ധതിയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെ ഒരു ഇമോഷൻ എവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതിനുള്ള ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ, അത്തരത്തിലുള്ള സ്പേസുകളാണ്. മറ്റുള്ളവരെ തിരിച്ചറിയുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതാണ് ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അവനവനെ കണ്ടെത്തുക, ഇൻട്രാ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു തിയറിയുണ്ട്. അത് ശരിക്കും ഇവിടെ വർക്കാവുകയാണ്. ശരിക്കും പല ഈ ചിത്രം വരയ്ക്കുകയും നാടകം കളിക്കുകയും പാട്ട് പാടുകയും കളരി ചെയ്യുമ്പോൾ എല്ലാം ചെയ്യുമ്പോൾ എല്ലാ ഇൻഹിബിഷനും മറന്ന് പട്ടിയും പൂച്ചയും കുരങ്ങും ആടും മനുഷ്യനുമായിട്ട് അഭിനയിക്കുമ്പോൾ അവൻ നിൽക്കാനും നടക്കാനും ചിരിക്കാനും കമ്മ്യൂണിക്കേഷൻ നടത്താനും കൃത്യമായി പഠിക്കുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഈ ക്യാമ്പുകൾ സംഭവിക്കുന്നത്. 2025 നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്ന ക്യാമ്പ് കുട്ടികളിൽ 2 മാസത്തെ സമയം കൊണ്ട് ശക്തമായിട്ടുള്ളൊരു മാറ്റം അവരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഫോക്ക് ഗെയിംസ്, ഫോക്ക് തിയേറ്റർ, ഫോക്ക് ആർട്ട് ഫോംസ്, ഡാൻസ് തുടങ്ങിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു മാറ്റം ഇവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് അന്യം നിന്ന് പോകുന്ന, അവർക്ക് അറിയാൻ പറ്റാതിരുന്ന ചില കളികൾ, ഒത്തുചേരലുകൾ, പല പ്രായത്തിലുള്ള കുട്ടികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഉള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്നത്. എന്ന് പറഞ്ഞാൽ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരേ ഇടത്ത് പെരുമാറുകയും അതിനകത്ത് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുകയും പ്രായം മറന്ന് ഇഴചേരുകയൊക്കെ ചെയ്യുന്ന മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ, കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മറ്റുള്ള ക്യാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ നമ്മളൊരു ചിത്രം വരയ്ക്കുകയാണ് അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ നമ്മളൊരു ചിത്രം വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ വരച്ചൊരു മോഡൽ കാണിക്കുന്നു, അത് അതേപോലെ പകർത്തി വരയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്ക് തമ്മിൽ നടക്കുന്നത് ഒരു കോൺസെപ്റ്റ് പറയുന്നു. അവരുടേതായിട്ടുള്ള സ്വതന്ത്രമായ ചിന്താ രീതിയിൽ അവർക്കത് വരയ്ക്കാനും അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. നല്ല രീതിയിൽ ലാംഗ്വേജിനെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഞാൻ ആദ്യഘട്ടങ്ങളിൽ കണ്ടിരുന്നു. പക്ഷേ പിന്നീട് നാടകത്തിൻ്റെ റിഹേഴ്സലുകളും അതുപോലെ തന്നെ ഡാൻസ് ആയാലും പാട്ടാണെങ്കിലും അത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷം ഇവർ സ്മൂത്തായിട്ട് മറ്റുള്ള കുട്ടികളുമായിട്ട് ഞാൻ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് സ്മൂത്തായിട്ട് പറയുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇത്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ 2 മാസം കൊണ്ട് അവർ രൂപപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങൾ, കളിമൺ ശില്പങ്ങൾ എല്ലാം ചേർന്നുകൊണ്ട് വർണ്ണപ്പറവകളെപ്പോലെ അവർ ഒത്തുചേർന്ന് പറക്കുകയും അവരുടെ ലോകം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഇതിനകത്ത് ഏറ്റവും സന്തോഷകരമായ